Hi everyone, welcome back to our channel Innus recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊറിയൻ എഗ് റോൾ ഉണ്ടാക്കി നോക്കിയാലോ? ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇത് അതിൻ്റെ വേറൊരു വേർഷൻ മാത്രമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണിത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. 3 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം. കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ ആ പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓംലെറ്റിൽ നമ്മൾ പാല് ചേർക്കാറില്ല അല്ലേ, പക്ഷെ ഇതിൽ നമ്മൾ ചേർക്കും. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഈ പച്ചക്കറിക്കും കൂടി വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളകൊന്നും ചേർക്കുന്നില്ല. എരിവ് മൊത്തം ഈ ഒരു പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റ്, ആ ഒരു എരിവാണ് വരേണ്ടത്. അപ്പം അതും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരിപ്പ വച്ചിട്ട് അരിപ്പ വഴി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഈ ബാറ്റർ ഒന്ന് നല്ല പോലെ സ്മൂത്തായിട്ട് കിട്ടും. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ മുട്ടയിൽ കുറച്ചൊരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് മാറിക്കിട്ടും. അത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ സവാള നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ഒനിയൻ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കൊറിയൻ ഡിഷാണല്ലോ. ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ സ്പ്രിംഗ് ഒനിയൻ ആണ്. സ്പ്രിംഗ് ഒനിയൻ എൻ്റെ കയ്യിൽ ഇല്ല. പക്ഷേ ആ ഗ്രീനിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട്, ഒരു കുറച്ച് വലിയ പാൻ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. പക്ഷേ കൊറിയൻസിന് ഏറ്റവും ഇഷ്ടം കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പം ആ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ ഇതുപോലെ ഒന്ന് കറക്കി എല്ലാ ഭാഗത്തേക്കും യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ കേട്ടോ. വളരെ ലോ ആയിട്ട് വെക്കണം. അതിനുശേഷം ഒരുവിധം ഒന്ന് പകുതി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങണം. റോൾ ചെയ്തതിന് ശേഷം ഈ നടുഭാഗത്തേക്ക് ഇതുപോലെ നീക്കി വെക്കണം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ തേച്ച് കൊടുക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫുള്ള് റോൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ ആകെ 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ റോൾ ചെയ്ത് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോള് റെഡി ആകും. പക്ഷേ കൂടുതൽ മുട്ട ഉണ്ടെങ്കിൽ ഇതേ പ്രോസസ്സിങ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നടുക്കോട്ട് റോൾ ചെയ്ത് നീക്കി വയ്ക്കുക. വീണ്ടും ബാറ്ററി ഈ സൈഡിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ലപോലെ വലിയൊരു റോള് കിട്ടും. നമുക്കിതെന്തായാലും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈസി ആയിട്ടുള്ള നമ്മുടെ എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ചില്ലി സോസിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ? കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.